LDFും UDFും ചേർന്നാണ് ഈ സമരം സംഘടിപ്പിച്ചത്. കേരളം വിട്ടാൽ അവരൊന്നിച്ചും കേരളത്തിൽ രണ്ടായിട്ടുമാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ കമ്മ്യൂണിസവും ഇല്ല, കോൺഗ്രസും ഇല്ല, BJP ഇല്ല, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ സഹകരിച്ചിരിക്കുന്നവരാണ്. നമ്മളെ കട തുറന്നിട്ടുണ്ട്. നമ്മളെ കട തുറന്നിട്ടുണ്ട്. ഈ പണിമുടക്കിനോട് യോജിപ്പില്ല. പിന്നെ പണിമുടക്ക് ഒരു ദേശീയ ആവശ്യമാണെങ്കിൽ പോലും നമ്മൾ ഈ പണിമുടക്കിനെതിരാണ്. ഒരു ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ നഷ്ടമല്ലേ ഉണ്ടാകുന്നത്. ഒരു പാർട്ടി നടത്തിയാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പണിമുടക്കിന് യോജിപ്പില്ല. പണിമുടക്കെന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഈ രാജ്യത്ത് പണിമുടക്കരുത്. 150 കോടി ജനങ്ങളുടെ ഒരു ദിവസത്തെ മാൻ പവർ നഷ്ടപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. അതിൻ്റെ നഷ്ടം രാജ്യത്തിന് എത്ര കോടി രൂപയുടെ നഷ്ടമാണെന്നറിയാമോ? അതാണ് പ്രധാന കാര്യം. BJP മുടക്കരുത്, കോൺഗ്രസും മുടക്കരുത്, CPM മുടക്കരുത്, CPI മുടക്കരുത്. ദേശീയ പണിമുടക്കെന്ന് പറഞ്ഞിട്ട് ഇന്ന് കേരളത്തിലല്ലേ കാണുന്നത്. നിങ്ങൾക്കൊക്കെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ടോ? ഞങ്ങളെ തൃക്കോലോട്ടം പ്രദേശങ്ങളിലെ ഭാഗങ്ങളിലൊന്നും ഈ പണിമുടക്ക് ആരെയും ബാധിച്ചിട്ടില്ല. കടകമ്പോളങ്ങൾ തുറന്നു കിടക്കുന്നു, പ്രൈവറ്റ് വാഹനങ്ങളെല്ലാം ഓടുന്നുണ്ട്. പിന്നെ ഈ ദേശീയ പണിമുടക്കുമായി കേരളത്തിൽ മാത്രമേ ഈ ദേശീയ പണിമുടക്ക് വിജയിക്കത്തുള്ളൂ. കാര്യം LDFും UDFും ചേർന്നാണ് ഈ സമരം സംഘടിപ്പിച്ചത്. കേരളം വിട്ടാൽ അവരൊന്നിച്ചും കേരളത്തിൽ രണ്ടായിട്ടുമാണ് ഈ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കൃത്യമായി തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ DA വർദ്ധിപ്പിക്കുകയും കൃത്യമായ ശമ്പളം കൃത്യമായി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രാജ്യത്താണ് ഈ ദേശീയ പണിമുടക്ക് CITU INTUCയോടെ നടപ്പിലാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ഈ സമരം ചെയ്യുന്നവരും കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ DA ഉൾപ്പെടെ നൽകിക്കൊണ്ട് ശമ്പളം വാങ്ങിച്ചിട്ടാണ് ഈ സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടേ ഇല്ല. എല്ലാ മേഖലകളും തൊഴിൽ മേഖലകളും സ്തംഭിക്കാതെ വാഹനങ്ങൾ കൃത്യമായ എല്ലാ തൊഴിൽശാലകളും പ്രവർത്തിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾ. കേരളത്തിൽ മാത്രമാണ് ഭീഷണിപ്പെടുത്തി ഈ തൊഴിൽ മേഖലയും മറ്റ് തൊഴിൽ സംരംഭകരെ തടയുന്നത്. ഇന്നത്തെ സമരം വിജയകരമാണോ? പൂർണ്ണമായും വിജയമാണ്. നിങ്ങൾ ഏത് യൂണിറ്റിൽ പെട്ടതാ? കൊല്ലം യൂണിറ്റ്. ഏതായും CITU. ഇന്നലെ മന്ത്രി പറഞ്ഞല്ലോ എല്ലാവരും ഹാജരാവണം, വാഹനം ഓടിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്നേരം ജീവനക്കാർ മന്ത്രി പറഞ്ഞ കേട്ടോ അതോ യൂണിയൻ പറഞ്ഞ കേട്ടോ? പൊതുപണിമുടക്കാണ്. പൊതുപണിമുടക്ക് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. കേരളത്തിലെ KSRTCയിലെ മുഴുവൻ തൊഴിലാളികളും പൊതുപണിമുടക്കിന് അനുകൂലമായി നിന്നു. അത് മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പണിമുടക്കാണ്. ഈ തൊഴിലാളികളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ത് ആവശ്യങ്ങൾ നേടാൻ വേണ്ടിയാണ് നമ്മൾ പണിമുടക്ക്? അതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കാത്ത 1-2 പേരാണുള്ളത്. അത് മോദി ഭക്തരാണ്. എന്തൊക്കെ ഒരാവശ്യം നമ്മുടെ ഈ ദേശീയ തലത്തിലുള്ള ലേബർ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഗതാഗത മേഖലയെ തകർക്കുന്ന RTCകളെ ഇല്ലാതാക്കുന്നു. രാജ്യത്തെ മുഴുവൻ RTCകളെ ഇല്ലാതാക്കുന്ന നയമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. എങ്ങനെയും വാഹനം ഓടിക്കാവുന്ന വ്യവസ്ഥ, ഇതെല്ലാം കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. ഈ പണിമുടക്കുമായി 44 തൊഴിൽ മേഖലയും 4 ലേബർ കോഡാക്കാൻ നേരത്ത് കേന്ദ്ര ഈ തൊഴിൽ മന്ത്രാലയം തൊഴിലാളികളുമായിട്ടും മുതലാളിമാരുമായിട്ടൊക്കെ സംഘടന ചർച്ച ചെയ്തതാണ്. അന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആ ലേബർ കോഡ് പിൻവലിക്കാൻ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് മോദി ഗവൺമെൻറ് തയ്യാറായില്ല. ഇപ്പോഴാണ് അതിന് മാറ്റം വന്നിട്ടുള്ളത്. മൃഗീയ ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യമാണ്. എന്നിട്ടും അതുമായി മുന്നോട്ട് പോകാൻ അറിയാമല്ലോ. പാർലമെൻറ്റിലടക്കം CPMൻ്റെ നേതാക്കന്മാരെ അടക്കം പുറത്താക്കിക്കൊണ്ടാണ് ഈ ലേബർ കോഡ് അടക്കം പാസ്സാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം ഈ ജീവനക്കാരിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർക്ക് വാഹനം ഓടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവർക്ക് ശമ്പളം കിട്ടുമോ? ഒരുപാട് പേരൊന്നും വന്നിട്ടില്ല. വളരെ വിരലെണ്ണാവുന്ന 3-4 പേരാണ് കൊല്ലം ഡിപ്പോയിലുള്ളത്.